പൂരാവേശത്തിലേക്കിറങ്ങി ശക്തന്റെ തട്ടകം. പൂരവിളംബരവുമായി തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന് നെയ്തലക്കാവിലമ്മ. നാളെ രാവിലെ മുതൽ ഘടകപൂരങ്ങളിലെ എഴുന്നള്ളത്താണ്. ഏറ്റവും പുതിയ പൂരവിശേഷങ്ങളുമായി ഞങ്ങൾ പ്രതി ഹരീഷ് ചേരുകയാണ്. സതീഷ്, അങ്ങനെ പൂര വിളംബരം ആയിരിക്കുന്നു. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന് പൂരവിളംബരം നടത്തി കഴിഞ്ഞു. ആവേശത്തിലല്ലേ തൃശ്ശൂർ? മായ, തീർച്ചയായും നമ്മൾ ആ അവസാന ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ആവേശത്തോടെയാണ് ഈ പൂരപ്രേമികൾ ഈ വർഷത്തെ പൂരത്തെ ഏറ്റെടുത്തത് എന്നുള്ളതാണ്. ആ പൂര വിളംബരത്തെ വരവേറ്റിയത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആർപ്പുവിളികളും ആരവങ്ങളോടെയുമാണ് ഒരു പൂര വിളംബരത്തെ ഓരോ ഭക്തജനങ്ങളും ഓരോ പൂരപ്രേമികളും ഓരോ തൃശ്ശൂർക്കാരനും ഏറ്റെടുത്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും വലിയ ഒരു ആശങ്ക അത് ഒഴിഞ്ഞു. ആദ്യം വലിയ സംശയമായിരുന്നു, കാരണം രാവിലെ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഈ ഒരു പ്രദേശത്ത്. അതുകൊണ്ട് ഈ പൂര വിളംബരത്തിന് ഇത്തവണ ആള് കുറയുമോ, പൂരത്തിന് ഇത്തവണ ആള് കുറയുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. ആശങ്കകളെല്ലാം അകറ്റി കൃത്യം ആ സമയമായപ്പോൾ തന്നെ ജനസാഗരമാണ് ഈ ഒരു തെക്കേ ഗോപുര നടയുടെ മുന്നിൽ നമ്മൾ കണ്ടത്. ആ തെക്കേ നട തുറന്ന് നെയ്തലക്കാവിലമ്മ പുറത്തു വന്ന് കൊമ്പന്റെ പുറത്തേറി പുറത്തു വന്ന് അഭിവാദ്യം ചെയ്ത് പൂരവിളംബരം നടത്തിയപ്പോൾ വലിയ ആരവത്തോടെ ആളുകൾ അത് സ്വീകരിക്കുന്നു, പൂരപ്രേമികൾ അത് സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇത് ഒരു ശുഭസൂചന തന്നെയാണ്. പൂരം ഇനി വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ജനപങ്കാളിത്തത്തോടു കൂടി നടത്താൻ സാധിക്കുമെന്നതിൻ്റെ സൂചനയാണ് ഈ ഒരു പൂര വിളംബരത്തിൽ നിന്നുള്ള ജനപ്രാതിനിധ്യം നമുക്ക് കാണിച്ചു തരുന്നത്. ഒപ്പം വലിയ ദുഃഖവും മനസ്സിലുണ്ട്. കാരണം ഈ ഇത്രയും വലിയ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഈ ഒരു ആഘോഷമൊക്കെ കാണേണ്ടിയിരുന്ന പലരും ഇന്ന് അത് കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പലരും ഇന്ന് ഇവിടെ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. ഇതിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിൽക്കേണ്ട പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവരൊക്കെ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ ഒരു അപകടത്തെ തുടർന്ന്. അത് വലിയ ദുഃഖം തരുന്നുണ്ടെങ്കിൽ പോലും ഈ ചടങ്ങുകൾ നടത്തുക എന്നുള്ളത് അനിവാര്യമാണ്. വർഷങ്ങളായി നടത്തി വന്നിരുന്ന ചടങ്ങുകൾക്ക് ഒട്ടും ഭംഗം വരുത്താതെ തന്നെ അത് നടത്തുക. ആ ചടങ്ങുകൾക്ക് പങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ളതും അനിവാര്യമാണ്. അത് തീർച്ചയായും ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു വർണ്ണാഭമായ ചടങ്ങുകൾ ഒഴിച്ചു വെച്ചാൽ പൂരത്തിൻ്റെ പ്രാധാന്യം, അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് ചടങ്ങുകളുണ്ട്. അതിലൊന്ന് തന്നെയാണ് ഈ പൂര വിളംബരം എന്ന് പറഞ്ഞ ചടങ്ങ്. ആ ചടങ്ങ് കൃത്യമായി തന്നെ ഇന്ന് നടത്താൻ സാധിച്ചു. ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും ശുഭസൂചനയാണ്. വരും ദിവസങ്ങളിലും അതുണ്ടാകും. അതായത് നാളെയും മറ്റന്നാളും പ്രധാന പൂരം നടക്കുന്ന നാളെയും, അതുപോലെ തന്നെ ഉപചാരം നടക്കുന്ന നാളെ കഴിഞ്ഞുള്ള മറ്റന്നാളും അത്തരത്തിൽ ജനപങ്കാളിത്തം ഉണ്ടാകും, പൂരപ്രേമികളുടെ പങ്കാളിത്തം ഉണ്ടാകും എന്ന് തന്നെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആദ്യം 9 മണിക്കാണ് ഈ നെയ്തലക്കാവിൽ നിന്നും എഴുന്നള്ളത്ത് ആരംഭിച്ചത്. അത് ഒരു 10:30 തന്നെ സ്വരാജ് റൗണ്ടിൽ എത്തുന്നു. വലം വെച്ചുകൊണ്ട് ഈ ശ്രീമൂലസ്ഥാനം വഴി തെക്കേ ഗോപുരനടയിലേക്ക് എത്തുന്ന കാഴ്ച കണ്ടു. അതിനിടയ്ക്ക് അല്പം വൈകിയെങ്കിൽ പോലും കൃത്യമായി ചടങ്ങുകൾ ചെയ്യാൻ സാധിച്ചു. വലിയ താമസം ഇല്ലാതെ ആളുകളെ വലിയ രീതിയിൽ ആളുകളുടെ ക്ഷമ കെടുത്താതെ തന്നെ തെക്കേ ഗോപുരനട തുറന്ന് കൊമ്പൻ പുറത്തു വന്ന് നെയ്തലക്കാവിലമ്മ പുറത്തു വന്ന് അഭിവാദ്യം ചെയ്ത പൂരവിളംബരം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ കൂട്ടം ഒന്നിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു. ആ ഒരു സമയമായപ്പോഴേക്കും വലിയൊരു ജനപങ്കാളിത്തം നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ ശുഭകരമായി തന്നെ യാതൊരു തടസ്സവും കൂടാതെ തന്നെ പൂരവിളംബരം പൂർത്തിയായി എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിലുള്ള ചടങ്ങും സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷ. വലിയ ജനപങ്കാളിത്തമുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. മായ, ശരി, ഹരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.